എഴുത്തുകാരിയും പ്രഭാഷകയും അധ്യാപികയും കവയത്രിയുമായ ഡോക്ടർ അനില ജി നായരാണ് ഇന്ന് സ്ത്രീ ശക്തിയിൽ അതിഥി. കവിത വളരെ ചെറിയ കാലം മുതൽ തന്നെ ഒരുപക്ഷെ എനിക്ക് ജീവനേക്കാൾ ഉപരി അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമായിരുന്നു. ഒരു അമ്മൂമ്മയുടെ കൂടെയുള്ള ജീവിതം, അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ നിന്ന് മാറി അമ്മൂമ്മയുടെ കൂടെയാണ് ഞാൻ ബാല്യ കൗമാരങ്ങൾ കടന്ന് വന്നിരുന്നത്. അപ്പോൾ ആ സമയം മുതൽ കീർത്തനങ്ങളും അതുപോലെ ഭാഗവത കഥകളും രാമായണ ചൊല്ലുകളും അതിൻ്റെ സന്ദേശവും ഒക്കെ ഉൾക്കൊണ്ട ഒരു ജീവിതമായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ പൂമ്പാറ്റ, ബാലരമ, അതുപോലെയുള്ള കുട്ടി കാലത്തെ ആ തരത്തിലേക്കുള്ള ഒരു വഴിയിലൂടെ അങ്ങനെയുള്ള ഒരു സഞ്ചാരം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ബാലരമ കിട്ടിയാലും പൂമ്പാറ്റ കിട്ടിയാലും ഒക്കെ ഞാൻ അതിലെ കവിതയാണ് നോക്കാറുള്ളത്. അത് നീട്ടി പാടുമായിരുന്നു. ഒരു പക്ഷേ അത് അമ്മൂമ്മ ഇരുന്ന് കീർത്തനം ചൊല്ലുന്നത് കേട്ട് വളർന്നത് കൊണ്ടാവാം. അതുപോലെ അമ്മയും അച്ഛനും നന്നായിട്ട് ഭാഗവതം വായിക്കുന്നവരും അതുപോലെ ഭജന കീർത്തനങ്ങളൊക്കെ ആലപിക്കുന്നവരുമായിരുന്നു. ഒരു ജോലി തിരക്ക് മൂലം വേറെ ആയിരുന്നു. ആ സമയത്തൊക്കെ അമ്മൂമ്മ ഇത്രയും കുട്ടിക്കഥകൾ, കവിതകളൊക്കെ പാടിത്തന്ന് വളർത്തിയ ഒരു ബാല്യകാലത്തിൻ്റെ ഓമൽ സ്മൃതികളാണ് എന്നെ കവിതയിലേക്ക് നയിച്ചതെന്ന് തന്നെ പറയാം. മറിച്ചു നോക്കി ഞാൻ എൻ്റെ ഈ പുസ്തകം, ചിതലരിച്ചുവോ ഇന്നതിൻ താളുകൾ, പഴകി ജീർണിച്ചു പോയതിൻ ശീലുകൾ, പൊടിപടലം നിറഞ്ഞതിന്നേടുകൾ, ബാല്യകാലത്തിൽ ഞാനതിന്നിതളുകൾ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നതും, കാലമങ്ങനെ മുന്നോട്ടു പാഞ്ഞപ്പോൾ അർത്ഥമുണ്ടായി പുസ്തകത്താളിലും. പിന്നെ ഞാനതിലാകാംക്ഷ കൈക്കൊണ്ട് അർത്ഥവത്തായി ചിക്കിച്ചികഞ്ഞതും, കാലവർഷം തകർത്ത ദിനങ്ങളിൽ. 8ാം ക്ലാസ് മുതലാണ് കവിതകൾ എഴുതി തുടങ്ങിയത്. സ്വയമായി കവിതകൾ എഴുതി പുസ്തകത്താളിനുള്ളിൽ ഒളിപ്പിച്ച് വെക്കുകയായിരുന്നു. മാനം കാണാതെ മയിൽപ്പീലി കാത്ത് സൂക്ഷിക്കുന്നത് പോലെ ആരോടും പറയാതെ. പിന്നെ തൊട്ട അയൽപക്കത്ത് പ്രശസ്തനായ ഒരു കവി ഉണ്ടായിരുന്നു, നെല്ലിക്കൽ മുരളീധരൻ സാർ. സാർ ഇരുന്ന് കവിതകൾ ചൊല്ലുന്നത് ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ സാറിൻ്റെ മക്കളോടൊപ്പം കളിച്ച് വളർന്ന ഒരു കാലം. ആ സമയത്ത് ഡി വിനയേന്ദ്രൻ സാറും കടമ്മനിട്ട രാമകൃഷ്ണൻ സാറും ഉൾപ്പെടെ നിരവധി പ്രശസ്തർ വന്നു പോയിരുന്ന ആ ഒരു വീടിൻ്റെ വളപ്പിൽ കവിതയുടെ ഒരു വലിയ അരങ്ങേറ്റം തന്നെ നടന്നിരുന്നു. അപ്പോഴൊക്കെ വെറും കളികളിലൂടെ മാത്രം ഞങ്ങൾ അത് ആസ്വദിച്ചിരുന്നു. കളിക്കുന്നതിനിടയിൽ ഞങ്ങൾ ആ കവിത ആസ്വദിച്ചിരുന്നു. പക്ഷേ എപ്പോഴോ കവിത എൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടുകയും ഞാൻ മാനം കാണാതെ മയിൽപ്പീലി സൂക്ഷിക്കുന്നത് പോലെ കവിത എഴുതി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. പ്രീ ഡിഗ്രി കാലയളവിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ബാലപംക്തിയിലാണ് മനസ്സിലെ മഴവില്ല എന്ന് പറയുന്ന കവിത ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ നെല്ലിക്കൽ മുരളീധരൻ സാറാണ് എന്നോട് വിളിച്ചു പറഞ്ഞത്, കവിത മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നിട്ടുണ്ട്, വളരെ സുന്ദര കവിതയാണ്, തീർച്ചയായിട്ടും എഴുതി തുടങ്ങണം. ഒരു പക്ഷേ ആ ഒരു പ്രചോദനമായിരിക്കാം പിന്നീട് കവിതയുടെ വഴികളിലൂടെ എന്നെ ഇത്രത്തോളം കൊണ്ടെത്തിക്കാനായിട്ട് സാധിച്ചത്. പിന്നീട് 2013 ആദ്യത്തെ സമാഹാരം, അപ്പോഴൊക്കെ കവിതകൾ എഴുതി കൂട്ടുകയായിരുന്നു. ഡിഗ്രി കാലയളവ്, PG കാലയളവ് ഏറ്റുമാനൂർ സോമദാസൻ സാറിൻ്റെ ശിക്ഷണത്തിൽ മറ്റ് ആനുകാലികങ്ങളിലെല്ലാം തന്നെ MA പഠനം സാറിനോടൊപ്പമായിരുന്നു. ആനുകാലികങ്ങളിലെല്ലാം തന്നെ ഞാൻ നിരവധി കവിതകൾ രചിക്കുകയും ആ കവിതകളിലൂടെ ഒരുവിധം പുറം ലോകത്തേക്ക് അറിയുകയും ചെയ്തിട്ടുണ്ട്. കലാകൗമുദി, ഭാഷാഭൂഷണി, മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, നായർ സർവീസ് സൊസൈറ്റിയുടെ സർവീസ് ദൈവാരിക, ഇങ്ങനെയുള്ള നിരവധി മാധ്യമങ്ങളിൽ കവിതകൾ എഴുതി തുടങ്ങി. പിന്നീട് 2013 ആദ്യത്തെ കവിതാ സമാഹാരം മൃദുസ്പർശം പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ അവതാരിക എഴുതിയത് പ്രൊഫസർ ടോണി മോത്തി സാറാണ്. സാറിൻ്റെ ഗുരുനാഥനായിരുന്നു.
സാറാണ് അതിന് അവതാരിക എഴുതി തന്നത്. പിന്നീട് അങ്ങോട്ടുള്ള കാലയളവിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കവിതകൾ എഴുതി. പ്രസിദ്ധീകരിക്കാൻ തക്കവിധ ആ സമയത്ത് ചില സാമ്പത്തിക ആ ബാധ്യതകൾ നിന്നത് മൂലമാണ് സമാഹാരങ്ങൾ ഒരുപാട് ഇറങ്ങിയിട്ടില്ല. എങ്കിലും ഇപ്പോഴും അത് കഴിഞ്ഞ് 2017 അടുത്ത കവിതാ സമാഹാരം പുറത്തിറങ്ങി. ആദ്യത്തെ കവിതാ സമാഹാരം ഉണ്മ പബ്ലിക്കേഷനാണ് പ്രസിദ്ധീകരിച്ചത്. രണ്ടാമത്തേത് സ്പന്ദനം, കേരള ബുക്ക് ട്രസ്റ്റ് കോഴിക്കോട് സ്പന്ദനം എന്ന കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു. പിന്നീട് ലേഖനങ്ങൾ, പ്രഭാഷണങ്ങൾ, ആകാശവാണി, ദൂരദർശൻ തുടങ്ങിയ മാധ്യമങ്ങളിലെല്ലാം തന്നെ പ്രഭാഷണങ്ങൾ നടത്തി. നിരവധി അവാർഡുകൾ കവിതയുടെ പേരിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കവിതാ ലോകം എൻ്റെ ഒരു ജീവൽ സ്പന്ദനമായി മാറുകയായിരുന്നു. ശരിക്കും എൻ്റെ എഴുത്തെന്ന് പറയുന്നത് ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന എഴുത്തുകളാണ്. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സംസ്കൃത അധ്യാപകൻ തുളസീധരൻ സാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, കരയാനാണെങ്കിൽ അനില കവിതയും കൊണ്ട് വരണ്ട, എന്താടോ ഇടപ്പള്ളി കവിതകളെ പോലെ എനിക്ക് തോന്നാറുണ്ട്, കരയുന്നു. അപ്പോൾ ആ ഒരു കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എഴുതിയ കവിതകളെല്ലാം തന്നെ ഒരു സമയം കരച്ചിൽ എനിക്ക് തന്നെ ഉണ്ടായിരുന്നു. അത് എന്താണ് എൻ്റെ ഉള്ളിലുള്ള വികാരം എന്ന് എനിക്ക് തന്നെ അറിയാതെ പ്രകൃതിയെ നോക്കി കരയാറുണ്ട്, സമൂഹത്തെ നോക്കി കരയാറുണ്ട്, എന്നെ തന്നെ നോക്കി കരയാറുണ്ട്. അങ്ങനെയുള്ള ഒരു എഴുത്ത് എൻ്റെ മുന്നിലേക്ക് വന്നിരുന്നു. പിന്നീട് ആനുകാലിക വിഷയങ്ങളെ ആസ്പദമാക്കി ഞാൻ കവിതകൾ എഴുതി. അപ്പം ഒരു ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന എഴുത്താണ് എൻ്റെ ആദ്യകാല കവിതകളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അതിൽ പ്രണയമുണ്ട്, പരിഭവമുണ്ട്, പ്രകൃതിയുണ്ട്, ഈ സമൂഹമുണ്ട്, ഒക്കെയും എൻ്റെ എഴുത്തിൽ വഴികളായിരുന്നു. മിത്തുകളുടെ ആവിഷ്കാരം ഇടശ്ശേരി കവിതകളിൽ എന്നുള്ള വിഷയത്തിൽ പ്രൊഫസർ GV അപ്പുക്കുട്ടൻ നായർ സാർ, NSS കോളേജ് ചേർത്തല, അദ്ദേഹമായിരുന്നു എൻ്റെ റിസർച്ച് ഗൈഡ്. സാറാണ് എനിക്ക് വേണ്ട മാർഗനിർദ്ദേശമൊക്കെ തന്നത്. ഞാൻ അത് തിരഞ്ഞെടുക്കാൻ കാരണം പുരാവൃത്തങ്ങളെയും പുരാണങ്ങളെയും അറിയുക. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഭഗവത്ഗീത, അതായത് പറഞ്ഞു വരികയാണെങ്കിൽ കുട്ടിക്കാലം മുതൽ ഗീതാ ക്ലാസ്സുകളിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. സ്വാമി സത്യാനന്ദ സരസ്വതി വിദ്യാപീഠത്തിൽ കുറേ നാൾ ഞാൻ അധ്യാപികയായി ജോലി ചെയ്തത്, സംസ്കൃത അധ്യാപികയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ശരിക്കും ഭഗവത്ഗീത, നാരായണീയം ഇവയൊക്കെ കുട്ടികളെ 24 വൃത്തം, ഇങ്ങനെ രാമായണം, മഹാഭാരതം ഇവയൊക്കെ കുട്ടികളെ ചൊല്ലി പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന ഒരു സമയത്ത് എൻ്റെ ഉള്ളിൽ തോന്നി, ഹൈന്ദവ പുരാവൃത്തങ്ങളെ ഒന്ന് തിരിച്ചറിഞ്ഞാലോ. അങ്ങനെയാണ് ഞാൻ ഈ റിസർച്ച് ടോപ്പിക്ക്, എൻ്റെ ഗവേഷണ വിഷയം മിത്തുകൾ എന്നുള്ള വിഷയം എടുക്കാനായിട്ടുള്ള കാരണം. അങ്ങനെ വന്നപ്പോൾ അപ്പുക്കുട്ടൻ സാറാണ് എന്നോട് പറഞ്ഞത്, അങ്ങനെയുണ്ടെങ്കിൽ ഇടശ്ശേരി കവിതകളിൽ നിരവധി മിത്തുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് 3 തരത്തിലേക്കാണ് എടുത്തിട്ടുള്ളത്: പുരാണ മിത്തുകൾ, മാവേലി മിത്തുകൾ, നാടോടി മിത്തുകൾ. ഇങ്ങനെ ഒരു വലിയ വിലയിരുത്തലുകൾ ആ ഗവേഷണ പ്രബന്ധത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 25 കവിതകളാണ് ആദ്യത്തെ കവിതാ സമാഹാരത്തിലുള്ളത്. ആത്മാവിഷ്കാരമുള്ള കവിതകളാണെന്ന് ഒരു പക്ഷേ പറയാം. കാരണം ടോണി മാത്യു സാർ അവതാരിക എഴുതിയതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അറിയാതെ തുലികത്തുമ്പിൽ നിന്ന് വീഴുന്ന വാക്കുകളുടെ അർത്ഥം ചികയുന്ന ഒരു എഴുത്തുകാരിയെ അതിൽ കാണാമെന്ന് സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ അതെൻ്റെ തികച്ചും ബാല്യകൗമാരത്തിലൂടെ കടന്നു പോയപ്പോഴുള്ള ചില ചിന്തകൾ, ചില ജൽപ്പനങ്ങൾ ഒക്കെ ആയിരുന്നു എൻ്റെ ഹൃദയസ്പർശത്തിലെ വിഷയങ്ങൾ. അതിൽ പ്രകൃതിയുണ്ട്, അതിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ക്ഷണികത കാണുന്നുണ്ട്, അതിൽ വാക്കുകളുടെ അർത്ഥം ചികയുന്നുണ്ട്. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ അതിൽ കവിതാ വിഷയമായിട്ടുണ്ട്. സാഹിത്യ സദസ്സുകളിൽ പ്രഭാഷണം ചെയ്യാറുണ്ട്, കാവ്യവേദികളിൽ മോഡറേറ്ററായിട്ടൊക്കെ പോകാറുണ്ട്. അതുപോലെ തന്നെ കവിയരങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട്. കൂട്ടത്തിൽ ആധ്യാത്മിക പ്രഭാഷണം ചെയ്യാറുണ്ട്. അതായത് ആധ്യാത്മിക പ്രഭാഷണം, ഹൈന്ദവ ആചാരങ്ങളും വിശ്വാസങ്ങളും. ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും എന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ മതത്തിനെയും തുല്യമായി കാണുന്ന ഒരു വിശ്വാസത്തിലേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രഭാഷണമാണ് ഞാൻ ചെയ്യാറുള്ളത്. അതിൽ ക്രിസ്തുവും കൃഷ്ണനും അള്ളാഹുവും എല്ലാം തന്നെ 33 കോടി ദൈവങ്ങൾ ഹൈന്ദവ പുരാണത്തിൽ നമ്മൾ പറയുന്നു. അതെല്ലാം ഏകദൈവത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു കണ്ടെത്തലാണ് എൻ്റെ ഓരോ പ്രഭാഷണവും. അങ്ങനെ നിരവധി വേദികളിൽ
പ്രഭാഷണങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. കുട്ടിക്കാലത്ത് എന്നെ സംബന്ധിച്ച് സ്കൂൾ ക്ലാസ്സുകളിൽ, അതായത് പറയാതിരിക്കാൻ പറ്റില്ല, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപിക വിജയമ്മ ടീച്ചർ എന്ന് പറയുന്ന ഒരു അധ്യാപിക ഉണ്ടായിരുന്നു. ടീച്ചർ ക്ലാസ്സിൽ മലയാള പാഠഭാഗങ്ങൾ നന്നായി വായിക്കുകയും അതുപോലെ തന്നെ അത്ര മനോഹരമായി കവിതകൾ ചൊല്ലുകയും ചെയ്യുന്ന ഒരു അധ്യാപികയായിരുന്നു. അപ്പോൾ നമ്മൾക്ക് മലയാളത്തിനോടുള്ള ഇഷ്ടം ടീച്ചർ നമ്മളെ ക്ലാസ്സിൽ ഇത് അവതരിപ്പിക്കുന്ന വിധത്തിലും അതേപോലെ തന്നെ ക്ലാസ് റൂമുകളിൽ നമ്മളുടെ ശബ്ദം ഉയർത്തി കേൾക്കുന്ന വിധത്തിലും നമ്മളെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് പൊതുരംഗത്തേക്ക് ഇറങ്ങാൻ ഒരു ലജ്ജയില്ലാതെയാക്കി. കാരണം സ്റ്റേജിലൊക്കെ കയറാൻ, വേദികളിൽ കയറണം എന്ന് കൊച്ചു ക്ലാസ്സുകളിൽ മുതൽ തന്നെ ആഗ്രഹമായിരുന്നു. പക്ഷെ അന്ന് ഒരുപാട് വേദികളിലൊന്നും നമുക്ക് ഇത്രയും അവസരമൊന്നും നമ്മുടെ കാലത്ത് ആ സമയത്തില്ല. പിന്നെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലുകളിൽ നിരവധി കവിതകൾ അവതരിപ്പിക്കാനും കഥകൾ പറയാനും, കഥാപ്രസംഗമൊക്കെ കവിതകളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത് കഥാപ്രസംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബി.എഡിൻ്റെ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ബി.എഡ് കോളേജിൻ്റെ കലാതിലകമായിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. കഥ, കവിത, ലേഖനം, ഉപന്യാസം, അങ്ങനെ ബി.എഡിലൊക്കെ വന്ന് ബി.എഡ് സമയത്ത് ഒരുപാട് വേദി അങ്ങനെ കയറാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് അല്ലാതെ തന്നെ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ ഭഗവത്ഗീതയും രാമായണവും ഒക്കെ മത്സരത്തിന്, ഭഗവത്ഗീത, രാമായണം, 24 വൃത്തം, നാരായണീയം, ഇങ്ങനെ നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ വേദി എന്ന് പറയുന്നത് എനിക്കൊരു ഹരമായിരുന്നു. ആ സമയത്ത് ഏത് മത്സരത്തിന് വന്നാലും ഞാൻ പേര് കൊടുക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അതാണ് ഒരു പക്ഷേ എന്നെ വീണ്ടും വീണ്ടും വായിക്കാനും വീണ്ടും ഈ കഥകൾ പറയാനും, ബാലരമ അമർ ചിത്രകഥകളിലെ കഥകൾ പോലും ഞാൻ ചേർത്ത് വെച്ച് പിന്നീട് പ്രസംഗിക്കുന്ന വിധത്തിൽ കൊച്ചു നാളിൽ തന്നെ ഞാനിത് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ വ്യക്തിത്വ വികസന ക്ലാസ്സുകൾ കുട്ടികൾക്കായിട്ട് ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ നിരവധി സ്കൂളുകളിൽ, കോളേജുകളിൽ അങ്ങനെ ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പ്രഭാഷണം ചെയ്തു വരുന്നു. ആകാശവാണി, ദൂരദർശൻ ഇങ്ങനെയുള്ള മാധ്യമങ്ങളിലെല്ലാം പ്രഭാഷണവും കവിതകൾ ഇങ്ങനെ നടത്തി വരുന്നു. കവിത മാത്രമല്ല, ലേഖനങ്ങളും കഥകളും ഒക്കെ എഴുതാറുണ്ട്. കഥകൾ പക്ഷേ കോളേജ് മാഗസിനുകളിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അല്ലാതെ കഥകൾ പുറത്തോട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ഒരു നോവൽ എഴുതുകയാണ്. ഞാൻ രാധ എന്നാണ് നോവലിൻ്റെ പേര്. പിന്നെ ഒരു കവിതാ സമാഹാരവും പൂർത്തിയായിരിക്കുന്നു. അതിൻ്റെ പേര് പ്രണയത്തൂവാല എന്നാണ്. പുതിയ തലമുറയ്ക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാകുവാൻ വേണ്ടി പഴമയിലേക്കുള്ള തിരിച്ചുപോക്കല്ല, പഴമയെ ഉൾക്കൊണ്ട് പുതിയതിനെ സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, ത്രിമധുരം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതാനായിട്ട് അതിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ ഞാൻ. പുതിയ തലമുറ ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും എഴുത്തിൽ നിന്നും ഒക്കെ അകന്നു പോകുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. എൻ്റെ ജീവിതത്തിനിടയ്ക്ക് ഒരുപാട് താമസിച്ചാണ് എനിക്ക് ജോലിയൊക്കെ കിട്ടിയത്. അതിനു മുമ്പെല്ലാം ഞാൻ അതിഥി അധ്യാപികയായിട്ട് പല കോളേജുകളിൽ ജോലി ചെയ്യുകയായിരുന്നു. ഏകദേശം ഒരു 14 വർഷത്തോളം ഗസ്റ്റ് അധ്യാപികയായിട്ട് കോളേജിലും 8 വർഷത്തോളം സ്കൂളിലും ഒക്കെ ജോലി ചെയ്തതിന് ശേഷമാണ് എനിക്ക് സ്ഥിര അധ്യാപികയായിട്ട് ജോലി കിട്ടിയത്. അപ്പോൾ ആ കാലത്തൊക്കെ ഒരുപാട് സംഘർഷങ്ങൾ മനസ്സിൽ ഇട്ട് നമ്മളെങ്ങനെ മുന്നോട്ട്, അപ്പോൾ അതിലൊക്കെ ഞാൻ ജീവിതം തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഒരുപാട് നമ്മളെ സഹായിച്ച, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ ഞാൻ ഇന്നും വളരെ നന്ദിയോടെ ഓർക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ മേഖലയിലേക്ക് എത്തപ്പെടാനുള്ള കാരണം. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞത് ഗോസംസ്കാരം, അതായത് പശുവിനെ പൂജിക്കുക എന്നുള്ളൊരു സംസ്കാരം നമ്മുടെ ആർഷഭാരതത്തിലുണ്ട്. അതിൽ ഞാൻ ചെറിയൊരു വിശ്വാസം കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്തിയോ വിശ്വാസമോ പറയുന്നതിലുപരിയായിട്ട് ഞങ്ങൾക്കൊരു ഫാം ഉണ്ടായിരുന്നു, ഒരു വലിയ പശു ഫാം. 10-22 പശുവുള്ള ഒരു ഫാമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ എല്ലാ മേഖലകളും ഞങ്ങൾ പരീക്ഷിച്ച് വിജയിച്ചതാണ്. കാരണം കോവിഡ് വന്ന സമയത്ത് ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു, തിരിച്ചു വന്ന് ഞങ്ങളൊരു വലിയ പശു ഫാമൊക്കെ തുടങ്ങി. പക്ഷേ അതിൽ ക്ഷീരകർഷകർക്കുള്ള അവാർഡ് ഒക്കെ ഞാൻ നേടിയിട്ടുണ്ട്. ആ മേഖലയിലും ഞാൻ വിജയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു പരാജയത്തിലേക്ക് കടന്നു പോയിട്ടുണ്ട്. എങ്കിലും
ആ ഒരു സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ ഞാൻ അതിനിടയ്ക്കും ശ്രമിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും, എനിക്ക് ഹസ്ബൻഡിലുമൊക്കെ ഏറ്റവും നല്ല, അതായത് ഡോക്ടറേറ്റ് ഉള്ള ഒരാൾ ഈ മേഖലയിലേക്ക് വന്നു എന്ന് പറഞ്ഞുള്ള ഒരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നാടൻ പാട്ടിൻ്റെ ആ മേഖലയിലേക്ക് വന്നപ്പോൾ ഒരു നാടൻ പാട്ടൊക്കെ എഴുതി ഒരു അവാർഡിന് അയച്ചപ്പോൾ കലാഭവൻ മണിയുടെ പേരിലുള്ള ഒരു അവാർഡ് ഒരു സംഘടന തരികയുണ്ടായി. അപ്പോൾ ഇങ്ങനെ നിരവധി മേഖലകളിൽ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള മേഖലകളിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് യാതൊരു മോശവും തോന്നിയിട്ടുമില്ല. അപ്പോൾ കാർഷിക വികസന സംഘടനയുമായി ചേർന്ന് അവരുടെ കർഷകർക്ക് ക്ലാസ് എടുക്കാനായിട്ടൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പോകാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാനൊരു വലിയ ഇപ്പോഴും എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ എനിക്കൊരു വലിയ അത്ഭുതമായി തോന്നിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചത്. കാരണം കാർഷിക പാഠത്തിൻ്റെ വലിയ പാഠങ്ങളൊന്നും അറിയാതെ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഒരു 2 വർഷക്കാലം ഞങ്ങൾ അതിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളും കൂടെയാണ്. എൻ്റെ സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. ചില സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല. അതെന്താണെന്നറിയില്ല. നമ്മൾ എഴുത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഒരു പിരിമുറുക്കമോ ഒന്നുമില്ലാതെ തന്നെ ഒരു വിഷമം, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, അറിയാതെ ഒരു വിഷമം തോന്നും. അപ്പോൾ ഒന്നും എഴുതാൻ തോന്നാറില്ല. ചില സമയത്ത് ഒരു വലിയ വിഷമം വരുമ്പോൾ ഒറ്റ കവിത ഒരിരിപ്പിൽ എഴുതി തീർക്കാറുണ്ട്. പിന്നെ അല്ലാത്തപ്പോൾ 2 മാസം എടുത്ത് ചിലപ്പോൾ ഒരു കവിത പൂർത്തിയാക്കാറുണ്ട്. ആ സമയത്ത് പിന്നെ പാചകം ഉൾപ്പെടെ കാര്യങ്ങൾ ഈ കവിത മനസ്സിലിട്ടുകൊണ്ട് പാചകം ചെയ്തിട്ടുണ്ട്. ഈ കവിത മനസ്സിലിട്ടുകൊണ്ട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കവിത തന്നെ അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തിനുള്ള സമയം കണ്ടെത്തി രാത്രി കാലങ്ങളിൽ ചിലപ്പോൾ ഉറങ്ങാതിരുന്ന് കവിതകൾ എഴുതിയിട്ടുണ്ട്, ഉറങ്ങാതിരുന്ന് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അവയൊക്കെ തന്നെ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഒഴിവ് സമയങ്ങൾ മാത്രം നോക്കിയല്ല, ഇതിനിടയ്ക്ക് തന്നെ ചിലപ്പോൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നും ഇന്നിപ്പോൾ ഒരു കവിത എഴുതിയാലോ. ആ സമയം തന്നെ ഞാൻ ചിലപ്പോൾ കവിത എഴുതാറുണ്ട്. കുറേയധികം സംഘടനകൾ പുരസ്കാരങ്ങൾ നൽകിയിട്ടുണ്ട്. ജോൺ എബ്രഹാം സ്മാരക പുരസ്കാരം, ദേവജ ദൈവാരിക പുരസ്കാരം, വാഗ്ഭടാനന്ദ പുരസ്കാരം, കുട്ടനാടൻ കലാ സാഹിത്യവേദി പുരസ്കാരം, ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂളിലെ മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം, അതുപോലെ കലാപ്രതിഭ എന്നുള്ള പുരസ്കാരം, ഇങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് ജയകുമാർ, അദ്ദേഹം വിദേശത്തായിരുന്നു, ഇപ്പോൾ നാട്ടിലുണ്ട്. 2 പെൺമക്കളാണ്. വലിയ മകൾ +2 പഠിക്കുന്നു, മന്നം മെമ്മോറിയൽ സ്കൂളിൽ 12ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. രണ്ടാമത്തെ മകൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അവളും മന്നം മെമ്മോറിയൽ സ്കൂളിൽ തന്നെയാണ്. ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഹർ ഹൈനസ് മഹാറാണി സേതു പാർവതിഭായ് NSS വനിതാ കോളേജിലെ മലയാള അധ്യാപികയാണ്. ശിവദർശന ശിവകീർത്തന എന്നാണ് മക്കളുടെ പേര്. പിന്നെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും ഒപ്പമുണ്ട്. ഒരു അതും എനിക്ക് എൻ്റെ മനസ്സിലെ മാതാപിതാക്കൾ വേറിട്ട് പോകരുതെന്നും ഒപ്പം നമ്മോടൊപ്പം എല്ലാവരും ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ അതൊക്കെ എൻ്റെ മനസ്സിലെ ഒരു വലിയ സ്വപ്നമാണ്. അങ്ങനെ ഞാൻ സാക്ഷാത്കരിക്കാനായിട്ട് ഞങ്ങൾ സ്വന്തം വീട് പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. 3 വർഷമായി ഞാൻ ഈ കോളേജിൽ വന്നിട്ട് അന്ന് മുതൽ നിറമൺകര എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. വലിയ സ്വപ്നങ്ങളാണ് നമുക്കങ്ങനെയാണല്ലോ, വാനോളം മോഹിക്കൂ ഒരു കുന്നോളം കിട്ടുമെന്നാണല്ലോ. ഒരുപാട് സ്വപ്നങ്ങളാണ്. സ്വപ്നങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നറിയില്ല. ഞങ്ങളുടെ ഉൾക്കാഴ്ചയിൽ, പ്രത്യേകിച്ച് എൻ്റെ ഉൾക്കാഴ്ചയിൽ ഈ സ്വപ്നങ്ങളെയൊക്കെ യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമമാണ് എനിക്ക് വരുന്നത്. ഒരുപാട് എഴുതണം, എഴുതി ഒരുപാട് പുതിയ തലമുറയ്ക്ക് വെളിച്ചമാകുന്ന വിധത്തിൽ യുക്തിബോധത്തിലേക്ക്, സാർ ഇപ്പോൾ എന്നോട് ചോദിച്ചതുപോലെ യുക്തിയിലേക്കുള്ള കാഴ്ചപ്പാട് തീർച്ചയായിട്ടും മകൾ ആ പറഞ്ഞത് തന്നെ പറയുകയാണെങ്കിൽ മഹാബലി വെച്ചുച്ചിറക്കടയിൽ നിന്നാണോ വരുന്നത് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ യുക്തിയാണ്. അങ്ങനെ യുക്തിയും ബോധവുമുള്ള ഒരു തലമുറയിലേക്ക് പുതിയ വെളിച്ചമായി മാറാൻ കഴിയണമെന്നാണ് എൻ്റെ സ്വപ്നം.